കുറുക്കന്റെ സൗണ്ട് ആക്കിയപ്പോ ഇയാള് പിന്നെ കുഞ്ഞി കടിച്ചു നയിക്കാൻ പോയി. കുറുക്കനാന്ന് വിചാരിച്ചാ ശരിക്കും? ഉള്ളിലെ കരഞ്ഞുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, യൂട്യൂബർ ആണ്. ഇന്ന് നമ്മളോട് വ്യത്യസ്തനായ ഒരു അതിഥിയാ ഉള്ളത്. നമുക്ക് ആദ്യം അദ്ദേഹത്തെ പരിചയപ്പെടാം. ഇജോട്ടാ ഈ ഉക്കത്തെന്താ എന്താ പൊന്തി വെക്കുന്നേ? അതൊരു പൂച്ചക്കുഞ്ഞിനാ. വീട്ടിലേക്ക് പൂച്ചക്കുഞ്ഞാ? വീട്ടിലേക്ക് അതിനെ പിടിക്കാൻ വന്നല്ലേ. ഇനിയിപ്പം ഇത് കഴിച്ചു വെക്കാൻ അടിക്കാൻ ചെയ്യില്ല. നാഗം കൊളുത്തി പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇദ്ദേഹത്തെ ബിജുവാട്ടൻ എന്നാ പരിചയപ്പെടുത്തിന്. അത് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണമെന്നില്ല. കാട്ടി ബിജു അല്ലെങ്കിൽ കാട്ടി ബിജുവാട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. കോമഡി ഉത്സവത്തിൽ വൈറലായ ബിജുവാട്ടനാണ്. ബിജുവാട്ടാ, പിന്നെ നിങ്ങൾ ഈ കോമഡി ഉത്സവത്തിലേക്ക് അങ്ങനെ എത്തിപ്പെട്ടു? ഞാൻ ഒരു നാരായണൻ എന്ന് പറഞ്ഞൊരു ആളുണ്ട് പിന്നെ വീട്ടിന്റെ അടുത്തല്ലേ. രാവിലെ കുളിക്കാൻ പോയരാന്ന് പിന്നെ ഇങ്ങനെ കാങ്കോല് സ്കൂളിൽ ഓഡീഷൻ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടത്. നേരം തന്നെ ഞാൻ അങ്ങനെ ചാടി എത്തി. അങ്ങനെ അന്ന് എനിക്ക് ഭയങ്കര ചുമയാന്ന്. സാറിന് ഒരു 2 മിനിറ്റ് കൂടുന്നോറും ചുമയാന്ന്. നല്ല ചുമ. എനിക്ക് ഇതിൽ സെലക്ഷൻ കിട്ടുമോ ഒന്നും എനിക്ക് ഇതുണ്ടായിട്ടാ. പക്ഷെ അവിടെ പോയിട്ട് ഞാൻ ആദ്യം പറഞ്ഞു ഒരു 2-3 ഐറ്റംസ് ഞാൻ കാണിക്കുമല്ലോ. പക്ഷെ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, തൊണ്ടവേനയും ഇതെല്ലാം. അപ്പോൾ പിന്നെ ഒരു 3 ഐറ്റംസ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു മതി നിന്നെ എടുത്തു. അങ്ങനെ ഒരു 3 ഐറ്റംസ് മാത്രം ചെയ്യുമ്പോ നിങ്ങൾ അടുത്ത് കാണിച്ച ഐറ്റംസ് ഒന്ന് ആ 3 ഏതെങ്കിലും ഒന്ന് കാണിക്കാൻ പറ്റും? ഇപ്പൊ 3 ആ കുറുക്കന്റെ സൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന്. കുറുക്കന്റെ സൗണ്ട് എന്നാലേ പ്രേക്ഷകർക്കെല്ലാം ഒരൊറ്റടിക്ക് നിങ്ങളെ ചെക്ക് ചെയ്യാൻ പറ്റും. ശരിക്കും ഈ ഭാഗമെല്ലാം കേക്കുവേ. ഇതല്ലേ ബിജുവാട്ടനോട് ഞാൻ കുറുക്കന്റെ ഒച്ചയാക്കാൻ പറയുമ്പോ ഇങ്ങനെയാവുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട്. അപ്പുറം ആൾക്കാരെല്ലാം വന്നിട്ട് നോക്കുന്നുണ്ടായി. ഇത് ബിജുവാട്ടാ, ഇതിപ്പോ നിങ്ങൾ ഇങ്ങനെ കുറുക്കന്റെ ഒച്ചയാകുമ്പോ കുറുക്കൻ എന്തെങ്കിലും കൂക്കുന്നെല്ലാം ഉണ്ടാവില്ലേ സാറിന്? സന്ധ്യക്കാണ് ഇപ്പം എല്ലാം ഇവിടെ എത്താനായില്ല 20. ഇന്ന് ബിജുവാട്ടൻ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അന്ന് കോമഡി ഉത്സവത്തിൽ അവതരിപ്പിച്ചതിനും വ്യത്യസ്തമായിട്ടും ബിജുവാട്ടൻ അവതരിപ്പിക്കുന്ന പറഞ്ഞിട്ടില്ലേ അല്ലേ ബിജുവാട്ടാ? ഓർത്ത് വെച്ചതും പ്രാക്ടീസ് ചെയ്തതും എല്ലാം അവിടെ പോയി. എന്തെല്ലോ കാട്ടി ബിജു പറഞ്ഞ അവിടെ എന്തെല്ലോ കാട്ടിക്കൂട്ടിയായി ശരിക്കും പറഞ്ഞാല്. അതെ, അതെല്ലാം നമ്മ എന്നിട്ട് അത് വൈറലായി എന്ന് പറയുമ്പോ എനിക്ക് അതിശയാണ്. നിങ്ങൾ ഈ കുറുക്കന്റെ കണ്ട പിന്നെ അത് വൈറലായോണ്ട് പിന്നെ അവിടെ പോണ്ടേ? ഇപ്പം കോഴി ഒക്കെ ഇരിക്കുന്നത് നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവൂല്ലോ. അതില് ഇങ്ങനെ കേട്ടിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് പൊലച്ചേക്കെല്ലാം കേൾക്കാം. ഇങ്ങനെ പൊലച്ചേക്ക് കോഴി തന്നെ പല പ്രായത്തിലും പല രീതിയിൽ സൗണ്ടിലും പോവലുണ്ട്. പോത്തിന്റെ സൗണ്ട് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി അപ്പൊ നമുക്ക് എരുമേരെ എല്ലാ എരുമയും പോത്തല്ലേ ഏകദേശം ഒരു സൗണ്ടല്ലേ ഇപ്പൊ എരുമയിൽ കുറവല്ലേ, പോത്തിനല്ലേ കാണുന്നത്. പോത്ത് എരുമയിലെ ഏകദേശം സൗണ്ട് കണക്കന്നെ ആയിക്കോട്ടെ. കുറുക്കന്റെ സൗണ്ട് ആക്കിയില്ലേ? കുറുക്കന്റെ സൗണ്ട് ആക്കിയപ്പോ ഇയാള് പിന്നെ കുഞ്ഞി കടിച്ചു നയിക്കാൻ പോയി. കുറുക്കനാന്ന് വിചാരിച്ചിട്ട് അല്ലേ? നിങ്ങള് കുറുക്കനാന്ന് വിചാരിച്ചാ ശരിക്കും? എന്നിട്ട് പിന്നെ കുറുക്കൻ കടിച്ചിനെ പിടിക്കുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അയക്കാൻ പോയെന്നല്ലേ? ആ സൗണ്ട് കേട്ടിട്ട് നമ്മ ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടുന്ന് ഒന്ന് വെറുതെ ആക്കിയതാന്ന്. നിങ്ങളെ പേര്? എന്റെ പേര് ശംഭു നമ്പൂതിരി. നിങ്ങളെ സ്ഥലം എവിടാ? നമ്മള് ഇവിടെ തന്നെ. ഞാൻ അന്ന് വന്നില്ലേ, മരുന്ന് വരിക്കാനൊക്കെ വന്നില്ലേ ഇടാ? ചാല്യമ്പൂന്റെ മോളമൻ അന്ന് പരിചയപ്പെട്ടിന്. പക്ഷെ നിങ്ങൾ പിന്നെ വേഗം കുറുക്കന്റെ ചേട്ടിട്ട് പിന്നെ കുഞ്ഞി കടിച്ചു നയിക്കാൻ മേലെ കഴിഞ്ഞു ഇയാള്. എന്നാ പിന്നെ നമ്മളെ ഇടാ. ഇത് ചതലയുടെ സൗണ്ടാണ് കേട്ടാ. ചെതല ഇതിൽ നിന്ന് വ്യത്യസ്തമാക്കിയുള്ള സൗണ്ട് ഉണ്ടാക്കും. ഇത് ശരിക്കും ഒരു നാഗാന്ന് തോന്നും. പണ്ടില്ലവർ ഈ നാഗവും കാവ് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയത് പറഞ്ഞാൽ ഇന്നത്തെ ഈ മരമുറിയും
ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ട് പണ്ടില്ലവർക്ക് അങ്ങനത്തെ ഒരു മുൻകൂട്ടി കാണേണ്ട ഒരു കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി. അതുകൊണ്ടാണ് കുറെ മരങ്ങളുടെ നിലനിൽപ്പും ഇത് കണക്ക് പട്ടികളിയുടെ നിലനിൽപ്പ്. കയ്യെങ്കിലും ഒരു 4 മരം എവിടെയെങ്കിലും പൊതുസ്ഥലങ്ങളിൽ നീ നട്ടുപിടിപ്പിക്കണം. ഇഷ്ടമാതിരി വല നമ്മൾ കിഴക്കോട്ടിയെല്ലാം വന്നു കഴിഞ്ഞാൽ പുഴയിലെല്ലാം ഒരുപാട് നല്ല നല്ല മനുഷ്യർക്ക് സോപ്പിന് വരെ ഉപയോഗിച്ച് തേച്ച് കുളിക്കാൻ പറ്റിയ മരങ്ങളെല്ലാം ഉണ്ട്. ചേട്ടാ, ഈ കോമഡി ഉത്സവത്തിന് മുന്നേ ഇല്ല വിജുവാട്ടനും കോമഡി ഉത്സവത്തിന് ശേഷം ഇല്ല വിജുവാട്ടനും എങ്ങനെയാണ് ഒന്ന് പറയാൻ പറ്റുമോ? കോമഡി ഉത്സവത്തിന് മുന്നേ എന്ന് പറഞ്ഞാല് ഞാൻ എന്തെല്ലാം നാടൻ പണിയും ഇതെല്ലാം എടുത്തിട്ടാണ് ഉണ്ടായിനി. ശരിക്കും മരം കെട്ട്, മരം മുറി, മരത്തെ കയറിയിട്ട് മുറിക്കല്, അങ്ങനെ പണിയല്ല, അടക്ക ഒരിക്കല്, മിഷ്യൻ കല്ലിന്റെ വീടിന്റെ കെട്ടുപണി, അങ്ങനെയെല്ലാം കൊല്ലുണ്ടായിനി. പിന്നെ ഇടക്കാലത്ത് ഒരു ആക്സിഡന്റലായിട്ട് ഇങ്ങനെ ആ സമയത്ത് കയ്യില് പിന്നെ ഉടക്കുവല ഇങ്ങനെയില്ലേ സാധനം ആക്കിയിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം രാവിലെ കുളിക്കാൻ പോകുമ്പോ അന്ന് അറിയുന്നത് ഇന്ന് ഓഡീഷൻ ഉണ്ട്. അങ്ങനെ അന്ന് തന്നെ പോയി. അപ്പൊ നല്ല പനിയും നല്ല ചുമയും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പോയി ഓഡീഷന്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നമാതിരി സുഖമില്ല, ഒരു 3 ഐറ്റംസേ കാണിക്കൂലെന്ന് പറഞ്ഞപ്പോൾ അത് കാണിച്ചു. അവർക്ക് അന്നേരം തന്നെ സെലക്ട് ചെയ്തു. പിന്നെ ഒരു 5-8 മാസം കഴിഞ്ഞ പിന്നെ അവര് വിളിച്ചു. അവിടെ എത്തിയിട്ടപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ ഇങ്ങനെ ചെറിയ പ്രായത്തില് എന്റെ നാട്ടിലത്തെ ഏകദേശം ഒരു 45-50ഓളം ആൾക്കാരുടെ സൗണ്ട് അനുകരിക്കലുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് നാട്ടിൽ നിന്ന് ഭയങ്കര വിമർശനമായിരുന്നു. ഈ ഇരട്ടത്തലയൻ എന്ന് പറഞ്ഞല്ലേ, ഇരട്ടത്തലയൻ അതിന്റെ സൗണ്ട് ഇനിയാക്കാം. ഇത് ചെതലരനാക്കി കഴിഞ്ഞില്ലേ ഇരട്ടത്തലയൻ. ഇത് ഇരട്ടത്തലേന്റെ സൗണ്ടാണ് വിജോട്ടാ. ചമ്പോത്തല്ലേ? ഉപ്പെന്നും പറയില്ലേ? ഉപ്പെന്നറിയും. അത് പിന്നെ അതിന്റെ സൗണ്ട് ആക്കല്ലേ? അത് പിന്നെ ദൂരത്തില്ല, അതിന്റെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ മെസ്സേജ് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ട്, മടിയുണ്ട് എന്നുള്ള രീതിയിൽ. അതെടുത്ത് നോക്കാന്ന് നോക്കാം. ആടെ ഓഡീഷൻ എത്തിയപ്പോ ഷിബു പൂഞ്ചറ അതുപോലെ മിഥുന് എല്ലാരും നല്ല ഒരു സപ്പോർട്ടായിരുന്നു. ശരിക്കും പറഞ്ഞാല് ഞാൻ ഇപ്പം എന്റെ അവസ്ഥ ആർക്കും അറിയില്ല. ശരിക്കും 80ഓളം സ്റ്റേജും ഇനി ആടെ പോയിട്ടും ഉള്ളിലെ കരഞ്ഞുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതാണ്. നമുക്ക് പിന്നെ വയലെല്ലാം ഇല്ല സ്ഥലല്ലേ, നമുക്ക് ഏതായാലും ഈ കുളക്കോയിന്റെ സൗണ്ട് ആക്കാം. നമുക്ക് മുണ്ടക്കോയി പറയുന്നത് നമ്മളിടാം. പിന്നെ കുറെ സുഹൃത്തുക്കളുണ്ട്, അവരെല്ലാം വീട്ടിൽ പോയി ആടെ കൂടും. ഒരു കുടുംബത്തിലെ ഒരു അംഗം പോലെ തന്നെയാന്ന് എല്ലാരും എന്നെ കാണുക. അടുത്ത മയിലിന്റെ സൗണ്ട് ആക്കാം നമുക്ക്. സൂപ്പർ. ബിജോട്ടെ, ഇപ്പൊ നിങ്ങളെ താമസം ഇപ്പൊ എവിടെയാണ്? താമസം പെരുന്തട്ട ആന്ന് ഉണ്ടായി. ഇപ്പൊ വീടെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണേരം ആടുന്ന് ഒരു ചെറിയൊരു ഭാഗം മാത്രം വീഴാണ്ട്. ആടുന്ന് കഞ്ഞിയെല്ലാം വെച്ച് കുടിച്ച് കഞ്ഞിയനും കൊടുത്ത് അധികം അനിയും കൊണ്ട് ആശുപത്രിയിലെല്ലാം ഉണ്ടാവല്. അടുത്തത് ചേട്ടാ? അടുത്ത നമുക്ക് കുറച്ച് പൊലിച്ചേക്കെല്ലാം കരിയുന്ന പക്ഷികളില്ലേ, നത്ത് ഇപ്പൊ പല സൗണ്ട് ഉണ്ടാക്കും. അതില് ഒരു സൗണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് പിന്നെ ഈ പ്രാക്കടിയൻ പുലരാനാകുമ്പോ ഒരു സൗണ്ട് ഉണ്ടാക്കലുണ്ട്. ശരിക്കും ഈ ക്യാമറയുടെ മുമ്പ് ഇങ്ങനെ എല്ലാം ആക്കുമ്പോ ഒരു ഇത് കിട്ടാത്ത. മറ്റേ ഞാൻ വെറുതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ആക്കുമ്പോ നല്ല ക്ലിയർ ആവലുണ്ട്. നല്ല സുണ്ട് ചേട്ടാ. ഇതിന്റെ പിറന്നാക്കണ്ട്. പിന്നെ അടുത്തത് ചേട്ടാ? അടുത്തത് എന്നാന്ന് നിങ്ങൾ പറഞ്ഞു, കൊക്കിന്റെ കൊച്ച. രാത്രി കരിയുന്നതും പകല് കരിയുന്നതെല്ലാം ഏകദേശം കണക്ക് തന്നെ, എന്നാലും ചെറിയ വ്യത്യാസമുണ്ട്. എക്കോന് കൊച്ചരയൊക്കെ
ഇപ്പം ഈ കോമഡി ഉത്സവത്തിന് ശേഷം അന്നും ഈ ഒറ്റമൂലി ചികിത്സയൊക്കെ ഉണ്ട്. അപ്പോൾ തീപ്പൊള്ളി ഒരു 3-4 ആളെ ഈ കൊല്ലം തന്നെ ഞാൻ ചികിത്സിച്ച് ഭേദാക്കി. അതായത് ഒരു കല പോലും ഇല്ലാണ്ട്. അത് അന്നും ഇന്ന് ഇനിയിപ്പോൾ എന്ത് ദാരിദ്ര്യമായാലും അത് ഞാൻ സൗജന്യമായിട്ട് തന്നെയാ ചെയ്യല്. പിന്നെ പരുന്തില്ലേ, പരുന്ന് അതാ എനിക്ക് ഒന്ന് കേൾക്കുമ്പോ അതിന്റെ ഇത് ഓർമ്മ കിട്ടൂലോ. ഇങ്ങനെ ഒരു മത്തി ഈ മീൻ റാഞ്ചി കൊണ്ടുപോകുന്ന ഒരു ചെമ്പരലുണ്ട്, അതിന്റെ സൗണ്ടാണ് ആക്കുന്നത്. ഇങ്ങനെ ഈ മറ്റേ കൃഷ്ണപ്പരുന്ത് ശരിക്കും ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കല്. പക്ഷെ ഒരു കുഴമ്പ് കാച്ചുന്നത് അതിപ്പോ 1 കിലോ മുറു വാങ്ങണ 2400 റുപ്യ വേണം. 27 കൂട്ടം അതുപോലെ അപൂർവമായ മരുന്ന് വേണം, വാതക്കൊടി എങ്ങനെയുള്ള മരുന്നൊക്കെ വേണം. അപ്പോൾ ഇപ്പം ആ ഒരു കുഴമ്പ് കാച്ചിട്ട് വിൽക്കുന്നുണ്ട്. ശരിക്കും അതിന് ഒരു 100 മില്ലിക്ക് ഒരു 400 റുപ്യ ഈടാക്കണം. പക്ഷെ നമുക്ക് മുതല് നമ്മ ആ പണിക്ക് പോകുന്ന ഒരു കൂലി അത്രയും കണക്ക് കൂട്ടുന്നല്ലോ. ഒരു വട്ടച്ചെലവിന് ഉപജീവനത്തിനൊന്നും വാങ്ങിച്ചോന്നില്ല കണ്ടീഷനിൽ അതിപ്പോ ഒരു 50 മില്ലിക്ക് 100 റുപ്യ ആയിട്ടാ കൊടുക്കല്. നമുക്കെന്നാ പന്നീന്റെ സൗണ്ട് നടത്തണം. എന്നാ പന്നീന്റെ സൗണ്ട് എടുക്കാം. ഇത് പന്നി എന്തിനെങ്കിലും നായിനെല്ലാം കണ്ട തട്ടുന്ന ഒരു ഇതാണ്. ശരിക്കും തൊണ്ടക്ക് കൂല വെള്ളം മാറി കുളിച്ചിട്ട്. പന്നിക്ക് എന്തെങ്കിലും വേനയെല്ലാം പറ്റിയാല് അല്ലെങ്കിൽ 2 എണ്ണം കടി കൂടുമ്പോ ഇങ്ങനെ പന്നി കാറുന്ന ഒരു സൗണ്ട് ഉണ്ട്. സൂപ്പർ. ഇതാണ് കോമഡി ഉത്സവത്തിലും വേണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിലും എനിക്ക് വൃത്തി ചെയ്യാൻ പറ്റിയിട്ട ഇപ്പൊ ഈടെയും ചെയ്യാൻ പറ്റിയില്ല. ഈ കൊറോണ വന്നതിന് ശേഷം അങ്ങനെ പരിപാടിയൊന്നും ഉണ്ടായിട്ട. ജനിച്ചു വളർന്നത് ശരിക്കും കോറത്താവൂല. 8 വയസ്സ് 9 വയസ്സ് വരെ ഇവിടെയായിരുന്നു. പിന്നെ അവിടുന്ന് പിന്നെ പെരുന്തട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അച്ഛൻ്റെ നാട്ടിലേക്ക് പോവേനി. അങ്ങനെ ഈ പറളക്കോയില് പൂവൻ ഇങ്ങനെ കരയില് അത് നമുക്ക് കേട്ടുനോക്കാം. ഈ പെരിങ്ങാലയിലെ പൂവൻ സൗണ്ടാക്ക. പട അത് ഏകദേശം ഇങ്ങനെയാണ്. അത് കറക്റ്റ് ആവണമെന്നില്ല, എന്നാലും ഏറ്റവും കൂടുതൽ ഇഷ്ടം കോറത്താണ്. ഇവിടെ തന്നെ ഒരു വീടാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഞാൻ. അപ്പോ ആഗ്രഹം ശരിക്കും പറഞ്ഞാൽ കടലിലെ തിരമാല പോലെയല്ലേ, പലതും വന്നുകൊണ്ട് പോവുകയും ചെയ്യും. പക്ഷെ എനക്ക് അങ്ങനത്തെ വലിയ ആഗ്രഹമൊന്നുമില്ല. ചെറിയൊരു ഷെഡ്. പക്ഷെ എനക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിനി ഈ കോമഡി ഉത്സവത്തില് പോയിട്ട് ഏകദേശം 1-2 ലക്ഷം റുപ്യക്ക് മേലെ എനിക്ക് പിന്നെ കിട്ടീനി. പക്ഷെ അതിനോടുകൂടെ ഈ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഞാൻ ഈ ഉറക്കു കഴിഞ്ഞ് 3-4 സ്റ്റേജൊക്കെ ചെയ്ത് വന്ന് അതിനോടുകൂടെ ഷുഗർ വന്നു പോയി എനിക്ക്. ശരിക്കും അധ്വാനിക്കുന്നവർ അധ്വാനിക്കാണ്ട് നിന്നാ രോഗിയാവും. അത് എന്റെ അനുഭവത്തിൽ കൂടി എനിക്ക് മനസ്സിലായാണ്. പിന്നെ ഏത് പണി ചെയ്യുന്നതിനും അങ്ങനെ മടിയൊന്നുമില്ല. പക്ഷെ ഇപ്പം വീണിട്ട് ഏകദേശം ഒരു 12ഓളം പൊട്ടുണ്ട് നട്ടലിന്. പിന്നെ മസിലെല്ലാം കംപ്ലീറ്റ് ചതഞ്ഞു. ഒരു വാർപ്പിന്റെ വീട്ടിന്റെ മുകളിൽ നിന്ന് വീണിട്ട് മലന്ന് വീണിട്ട് ഒരു 10-24 ദിവസം കഴിഞ്ഞ് വാക്കറിളക്കി നടക്കാൻ. ഓപ്പറേഷൻ ചെയ്യണമെന്ന് അത്രയും നിർബന്ധിച്ചാണ്. പിന്നെ ഞാൻ ഈ ഒറ്റമൂലി മർമാണിയൊക്കെ കാച്ചലുണ്ട്. അതും തടി ഈ 101 ആവർത്തിച്ചതുപോലെയില്ലേ ക്ഷീരവല പിന്നെ അങ്ങനെയില്ലേ ആവർത്തിച്ചതെല്ലാം ഉള്ളിൽ കഴിച്ച് കുറച്ച് കൊച്ച മരുന്നെല്ലാം ഇതിലായിട്ട് ഇപ്പൊ ഒരു വകല്ലേ ഒരു 10-40 കിലോ വെയിറ്റ് എടുത്തിട്ട് ചെറുങ്ങനെ നടക്കാനായി. കണ്ടിന്യൂ ഇപ്പോൾ ഒരു വീട്ടിന്റെ പണിക്ക് പോകാൻ ആവൂല. അതുകൊണ്ടാണ് ഈ കുഴമ്പൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഒപ്പിച്ച് പോകുന്നത്. പിന്നെ ആരെങ്കിലും ആയുർവേദ പിന്നെ പച്ചമരുന്ന് പൊരിച്ചുകൊണ്ട് തരണം എന്ന് പറഞ്ഞാൽ 19ഓളം കൂട്ടം മരുന്ന് എനിക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. പണ്ട് എൻ്റെ ഒരു വയസ്സന്മാർ വൈദ്യന്മാർ അവര്
അതൊക്കെ പൊരിച്ചുകൊണ്ട് കൊടുക്കും. അങ്ങനെ ഇങ്ങനെ വട്ടച്ചെലവിനെല്ലാം ഇങ്ങനെ ആയിട്ട് പോകുന്നുണ്ട്, ജീവിച്ചു പോവാ. ബിജുവേട്ടാ നമുക്ക് എന്നാല് ഇന്ന് വൈകിട്ട് ചെയ്യാല്ലേ, ഇന്ന് മതിയാക്കാം. എന്നാല് ബിജുവേട്ടന്റെ കൈമ അതിന് കുറെ ഐറ്റംസ് ഉണ്ട് എന്നാ പറയുന്നത്. അത് നമുക്ക് തുടരെയായിട്ട് നമുക്ക് നമ്മളെ ചാനലിൽ യൂട്യൂബർ അനുവന്ന ചാനലിൽ ഉണ്ടാവും. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ബിജുവേട്ടൻ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെ യൂട്യൂബർ അനുവന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ പരമാവധി സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം. അത് ആരും ചെയ്യാത്ത ഒരു വീഡിയോ, നല്ല വീഡിയോ ആയിട്ട് ഞാനും ബിജുവേട്ടൻ ഇനി വരുന്നുണ്ട്. അപ്പോ യൂട്യൂബർ അനു സൈനിങ് ഔട്ട്.